വലിയ ഒരു സിലബസ് തന്നെയാണ് മാത്തമാറ്റിക്കൽ ഫിസിക്സ് എന്ന് പറയുന്നത്. എല്ലാവർക്കും എല്ലാവരും പഠിക്കാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. പക്ഷെ നിങ്ങൾ പഠിക്കുന്ന സാധനം 60 ദിവസം കൊണ്ട് നിങ്ങൾ ഏറ്റവും എഫക്റ്റീവ് ആയിട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് ഒരു നല്ല മാർക്കിലേക്ക് എത്താൻ പറ്റും. ഹായ്, നമസ്കാരം. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സയന്റിഫിക് ഓഫീസർ ഡോക്യുമെന്റിന്റെ എക്സാം ഡേറ്റ് വന്നിട്ടുണ്ട്. ഡിസംബർ 2-നാണ് എക്സാം. ആ ഒരു കോഴ്സിന്റെ 60 ദിവസത്തെ ക്രാഷ് കോഴ്സ് എൻട്രിയിൽ ആരംഭിക്കുകയാണ്. അപ്പോൾ ഈ എക്സാമിനകത്ത് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചും അതുപോലെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള സിലബസ് വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ചുമാണ് ഈ വീഡിയോയിൽ നിങ്ങളോട് സംസാരിക്കുന്നത്. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ആദ്യം തന്നെ പറയാം. PG ആണ് ഇതിന്റെ ക്വാളിഫിക്കേഷൻ. PG ഫിസിക്സുകാർക്കും കെമിസ്ട്രിക്കാർക്കും ഒരുപോലെ എഴുതാൻ പറ്റും. അപ്പൊ സയന്റിഫിക് ഓഫീസർ ഡോക്യുമെന്റിന്റെ സിലബസ് നോക്കിയാൽ PG ഫിസിക്സും PG കെമിസ്ട്രിയും 50 മാർക്ക് വീതം കൊടുത്തിരിക്കുന്നത് കാണാൻ പറ്റും. ഫിസിക്സിന്റെ 10 മൊഡ്യൂളുകളിലായിട്ട് 50 മാർക്ക്, ഒരു മൊഡ്യൂളിൽ നിന്ന് 5 മാർക്ക് വീതം. അതുപോലെ കെമിസ്ട്രിയുടെ 10 മൊഡ്യൂളുകളിൽ നിന്നായിട്ടും 5 മാർക്ക് വീതം, 50 മാർക്ക് എന്നുള്ളതാണ്. ഇതിന്റെ പ്രത്യേകത, ഏറ്റവും വലിയ പ്രത്യേകത ഇത് തന്നെയാണ്. കാരണം ഫിസിക്സുകാർക്ക് കെമിസ്ട്രിയും കെമിസ്ട്രിക്കാർക്ക് ഫിസിക്സും പാടായിരിക്കും. സ്വാഭാവികമായിട്ടും നെഗറ്റീവ് മാർക്കിംഗ് കൂടിയുള്ള ഒരു എക്സാമിനകത്ത് നിങ്ങളുടെ സബ്ജക്ട് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാമെങ്കിൽ അത് നിങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ ഒന്ന് പ്രിപ്പയർ ചെയ്ത് ഈ വരുന്ന ദിവസങ്ങളിൽ നല്ല രീതിയിൽ എഫേർട്ട് ഇട്ട് പോയാൽ വളരെ കുറച്ച് മാർക്ക് കൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ലൊരു റാങ്ക് ഉണ്ടാക്കാൻ പറ്റും. ഇതിന്റെ കട്ട് ഓഫ് വളരെ കുറവായിരിക്കും. ഞാൻ ഇപ്പൊ തന്നെ പറയാം, വളരെ കുറവായിരിക്കും. ആ കട്ട് ഓഫിൽ അത്യാവശ്യം മാർക്കുമായിട്ട് മുമ്പിലുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും ലിസ്റ്റിന്റെ ടോപ്പിലേക്ക് കയറാനായിട്ട് സാധിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. കാരണം PG ലെവൽ ഫിസിക്സും കെമിസ്ട്രിയും ഒരുപോലെ ബുദ്ധിമുട്ടിച്ച് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഫിസിക്സുകാർക്ക് ഫിസിക്സ് പഠിച്ച് കെമിസ്ട്രിക്കാർക്ക് കെമിസ്ട്രിയും പഠിച്ചിൽ അതിൽ ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യുന്ന ആരാണ് അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഈ പറയുന്ന രീതിയിൽ നമുക്ക് റിസൾട്ട് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഫിസിക്സുകാർ കെമിസ്ട്രി കൂടി പഠിക്കാൻ സാധിച്ചാൽ അതിൽ സെലക്ടഡ് ടോപ്പിക്കൊക്കെ നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും. ഞാനത് കാണിക്കുന്നുണ്ട്. ബ്രീഫായിട്ട് സിലബസ് ഡിസ്കഷൻ പറഞ്ഞാണ് നമ്മൾ ഈ വീഡിയോയിൽ പോകുന്നത്. ആ ഒരു ഡിസ്കഷൻ നോക്കി കഴിയുമ്പോൾ തന്നെ ഫിസിക്സിലെ കുറേ കാര്യങ്ങൾ കെമിസ്ട്രിയിലെ കുറേ കാര്യങ്ങൾ ഫിസിക്സിലൊക്കെ വന്നിരിക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ അതൊക്കെ ചേർത്ത് വെച്ചൊന്ന് മൊത്തത്തിൽ പഠിച്ചു കഴിഞ്ഞാൽ ഫിസിക്സുകാർ കെമിസ്ട്രിക്കാർ ഫിസിക്സും കുറച്ചൊക്കെ പഠിച്ച് കയറി വരികയാണെങ്കിൽ ഇവിടെ വലിയ സാധ്യത ഈ ഒരു എക്സാമിനകത്ത് ഉണ്ട്. ഈ റാങ്ക് ലിസ്റ്റിൽ ഏറ്റവും ടോപ്പിൽ വരുമ്പോഴാണ് ആ സാധ്യത വലുതാവുന്നത്. അപ്പോൾ ഡിസംബർ 2-നാണ് എക്സാം. നമ്മൾ ഈ കോഴ്സ് ലോഞ്ച് ചെയ്ത് ഒക്ടോബർ 1-നാണ്. 60 ദിവസത്തെ ക്രാഷ് കോഴ്സ് ആയിട്ടാണ് എൻട്രി ഈ ഒരു കോഴ്സ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. മുഴുവൻ സിലബസിനെയും കവർ ചെയ്യും. PG ഫിസിക്സ് PG കെമിസ്ട്രി മുഴുവൻ സിലബസിനെയും നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. ന്യൂ സിലബസ് ബേസ്ഡ് റെക്കോർഡർ ക്ലാസ്സസും റിവിഷൻ ക്ലാസ്സസും 20-ലധികം മോക്ക് എക്സാംസും സബ്ജക്ട് വൈസ് എക്സാംസും ടെലഗ്രാം സപ്പോർട്ടും എല്ലാം നിങ്ങൾക്ക് ഇതിന്റെ ഭാഗമായിട്ട് എൻട്രി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതാണ് എൻട്രിയുടെ കോഴ്സ്. 60 ദിവസത്തെ സയന്റിഫിക് ഓഫീസർ ഡോക്യുമെന്റിന്റെ കോഴ്സിന്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. 60 ദിവസം കൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് ഈ കാര്യങ്ങളെ പഠിച്ചു പോകാനായിട്ട് നിങ്ങൾക്ക് ഈ കോഴ്സിലൂടെ സാധിക്കും. നല്ലൊരു റാങ്കിലേക്ക് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്താനായിട്ട് സാധിക്കുകയും ചെയ്യും. ഇതിന്റെ സിലബസ് നോക്കിയാൽ അവിടെ പാർട്ട് 1 ഫിസിക്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ സിലബസ് വളരെ ഡീറ്റെയിൽ ആയിട്ട് എല്ലാം ഒന്ന് പറയാൻ പോകുന്നത് കാരണം ഒരുപാട് സമയം എടുക്കും. ഫിസിക്സും കെമിസ്ട്രിയും PG ടോപ്പിക്കുകൾ ഒരുപാടുണ്ട്. അത് പറയാൻ പോയി കഴിഞ്ഞാൽ ഒരുപാട് സമയം എടുക്കും. ഏറ്റവും ബ്രീഫായിട്ട് എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ വരുന്ന മേഖലകൾ, എത്ര ക്വസ്റ്റ്യൻ വെച്ചാണ് ഓരോന്നിനകത്തും എന്നുള്ളത് പറഞ്ഞു പോവാം. ക്ലാസിക്കൽ മെക്കാനിക്സ് ആണ് ഫിസിക്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. അതിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ജനറലൈസ്ഡ് കോർഡിനേറ്റ്, കൺസ്ട്രെയിൻസ് തൊട്ട് കയോസ് വരെയുള്ള ആ കാര്യങ്ങളെല്ലാം അവിടെ സിലബസിൽ കൊടുത്തിട്ടുണ്ട്. 5 മാർക്കാണ് അവിടെ നിന്ന് ചോദിക്കുക. മാത്തമാറ്റിക്കൽ മെത്തേഡ്സ് ആൻഡ് ഗ്രൂപ്പ് തിയറി 5 മാർക്ക്. ഫിസിക്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പേപ്പർ അല്ലേ, 2 സെമ്മിലൊക്കെ ആയിട്ട് പഠിച്ചു തീർക്കുന്ന പേപ്പറിലെ പ്രധാനപ്പെട്ട ടോപ്പിക്കുകളൊക്കെ അവിടെ കൊടുത്തിരിക്കുന്നത് കാണാൻ പറ്റും. 5 മാർക്കാണ് അവിടെ നിന്ന് വരുമെന്നും സിലബസിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. വലിയ ഒരു സിലബസ് തന്നെയാണ് മാത്തമാറ്റിക്കൽ ഫിസിക്സ് എന്ന് പറയുന്നത്. എല്ലാവർക്കും എല്ലാവരും പഠിക്കാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. പക്ഷെ നിങ്ങൾ പഠിക്കുന്ന സാധനം 60 ദിവസം കൊണ്ട് നിങ്ങൾ ഏറ്റവും എഫക്റ്റീവ് ആയിട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് ഒരു നല്ല മാർക്കിലേക്ക് എത്താൻ പറ്റും. ഇലക്ട്രോണിക്സ് 5 മാർക്ക്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ ടോപ്പിക്കുകളും ഓപ്പാം പോലുള്ളൊക്കെ എല്ലാ ടോപ്പിക്കുകളും അതിനകത്ത് വന്നിട്ടുണ്ട്. 5 മാർക്കാണ് ഇലക്ട്രോണിക്സിൽ നിന്ന് ചോദിക്കുക. അതേപോലെ തന്നെ അതിന്റെ ഡീറ്റെയിൽഡ് സിലബസ് നിങ്ങൾക്ക് ഒന്ന് പോസ്റ്റ് ചെയ്ത് വെച്ച് വായിച്ചു നോക്കാം കേട്ടോ. ഫുൾ സിലബസ് ഞാൻ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വായിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ എല്ലാം പറഞ്ഞു പോയി കഴിഞ്ഞാൽ ബോറായിരിക്കും. അതുകൊണ്ട് നമുക്കൊന്ന് ബ്രീഫായിട്ട് തന്നെ ഡിസ്കസ് ചെയ്ത് മുമ്പോട്ട് പോകാം. ക്വാണ്ടം മെക്കാനിക്സ്, വെക്ടർ സ്പേസ് തൊട്ട് ഹിൽബർട്ട് സ്പേസ് തൊട്ട് ഏറ്റവും ബേസിക് ആയിട്ട് ഓപ്പറേറ്റേഴ്സും തുടങ്ങി അങ്ങോട്ട് ഹാമിൽട്ടൺ ജാക്കോബി പ്രിൻസിപ്പിളും എല്ലാ സാധനങ്ങളും അവിടെ നിങ്ങൾക്ക് വരുന്നുണ്ട്. ക്ലാസിക്കൽ മെക്കാനിക്സിന്റെ ഭാഗമായിട്ടുള്ള പ്രിൻസിപ്പിളുകളും ഹാർമോണിക് പെട്രബേഷൻ തിയറികളും അതുപോലെ സീമൻ എഫക്ട്, സ്റ്റാർക്ക് എഫക്ട് ഒക്കെ പോലുള്ള കാര്യങ്ങളൊക്കെ, ക്ലെയിൻ ഗോർഡൻ ഇക്വേഷൻ ഒക്കെ അവിടെ വന്നിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിൽ നിന്ന് 5 മാർക്കാണ് സിലബസ് പ്രകാരം ക്വസ്റ്റ്യൻസ് പറയുന്നത്. എല്ലാ ടോപ്പിക്കുകളിൽ നിന്നും അല്ലെങ്കിൽ എല്ലാ മൊഡ്യൂളിൽ നിന്നും 5 മാർക്ക് ഈക്വലി ഡിവൈഡ് ചെയ്താണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാം ഒരുപോലെ പഠിക്കേണ്ടതാണ്. ഏറ്റവും നന്നായിട്ട് പഠിച്ചിട്ട് പറ്റാവുന്ന അത്രയും നന്നായിട്ട് മൊഡ്യൂൾസ് ഏതാണോ കവർ ചെയ്യാൻ പറ്റുന്നത് അത് കവർ ചെയ്ത് അതിൽ നിന്നുള്ള 5 മാർക്ക് ഷുവർ ഷോട്ടാക്കി ഉറപ്പിക്കാൻ പറ്റിയാൽ അങ്ങനെ കുറച്ച് മൊഡ്യൂളുകൾ ഫോക്കസ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. മൊഡ്യൂൾ തിരിച്ച് നിങ്ങളുടെ ചോയ്സ് അനുസരിച്ച് പഠിക്കാനുള്ള അവസരമൊക്കെ ഈ 60 ദിവസത്തെ സ്റ്റഡി പ്ലാനിൽ എൻട്രി നിങ്ങൾക്ക് മുമ്പിലേക്ക് തരുന്നുണ്ട്. ഓരോ ദിവസവും ഇത്ര വീഡിയോസ് വെച്ച് അല്ലെങ്കിൽ ഓരോ മൊഡ്യൂൾസ് വെച്ച് തീർക്കുന്ന രീതിയിലാണ് ഇത് നിങ്ങളുടെ മുമ്പിലേക്ക് ഷെഡ്യൂൾ ചെയ്ത് തരുന്നത്. നിങ്ങൾ പെട്ടെന്ന് കണ്ടു തീരുകയാണെങ്കിൽ അടുത്തതിലേക്ക് നിങ്ങൾക്ക് സ്വിച്ച് ചെയ്യണമെങ്കിൽ അങ്ങനെ പോകാനുള്ള ഓപ്ഷൻ ഒക്കെ നിങ്ങൾക്ക് ആപ്പിനകത്ത് ലഭ്യമായിരിക്കും.
ഇനി ന്യൂക്ലിയർ ആൻഡ് പാർട്ടിക്കൽ ഫിസിക്സിൽ നിന്ന് 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. അത് ന്യൂക്ലിയർ സൈസും ഷേപ്പും തൊട്ടിട്ട് നമ്മുടെ ഫണ്ടമെന്റൽ പാർട്ടിക്കിൾസും ക്വാർക്ക് മോഡൽസും ഒക്കെ അവിടെ വരുന്നത് കാണാനായിട്ട് സാധിക്കും. കെമിസ്ട്രിയിൽ ന്യൂക്ലിയർ കെമിസ്ട്രിയുടെ ഭാഗമായിട്ട് ടോപ്പിക്സ് വന്നിരിക്കുന്നത് കാണാൻ പറ്റും. സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സ് കെമിസ്ട്രിയിലും ഫിസിക്സിലും ഒരുപോലെയുള്ള ടോപ്പിക് തന്നെയാണ്. രണ്ടുപേർക്കും പഠിച്ചെഴുതാവുന്ന ടോപ്പിക്കാണ്. 5 മാർക്കാണ് അവിടുന്ന് ചോദിച്ചിരിക്കുന്നത് എന്ന് കാണാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ ഇതൊക്കെയാണ് അതിന്റെ ഫുൾ തിയറി, എന്തെല്ലാം തിയറിയുടെ പാർട്ടിയിൽ നിന്ന് വന്നിട്ടുണ്ട് സിലബസിൽ എന്നുള്ളതിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് കൊടുത്തിരിക്കുന്നത്. ആറ്റോമിക് ആൻഡ് മോളിക്കുലാർ സ്പെക്ട്രോസ്കോപ്പി 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഏരിയയാണ്. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ ടോപ്പിക്കുകളും, അതും കെമിസ്ട്രിയുടെ ടോപ്പിക്കുമായിട്ട് ഒരുപാട് സാമ്യതകൾ ഉള്ളതുകൊണ്ട് രണ്ടു കൂട്ടർക്കും പഠിക്കാൻ പറ്റുന്ന ടോപ്പിക്കുകളാണ്. 5 മാർക്കാണ് അവിടെ ചോദിക്കുക. മൈക്രോ പ്രോസസർ കെമിസ്ട്രിക്കാർക്ക് കുറച്ച് ബുദ്ധിമുട്ട് വരാൻ പോകുന്ന ഒരു സാധനമാണ് മൈക്രോ പ്രോസസർ. കാരണം ഫിസിക്സുകാർ തന്നെ സ്പെഷ്യൽ പേപ്പറായിട്ട് പഠിക്കുന്ന ഒരു പേപ്പറാണ്, എല്ലാവരും പഠിച്ചിട്ടില്ല. അതുകൊണ്ട് ആ ഭാഗത്തുനിന്ന് കൂടുതൽ ക്വസ്റ്റ്യൻസും വന്നിട്ടുണ്ട് ഇതിനു മുമ്പ്. 5 മാർക്ക് അവിടെ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന മൈക്രോ പ്രോസസറിന്റെ സിലബസ് ആണ് ആ കൊടുത്തിരിക്കുന്നത്. ലേസർ ആൻഡ് ഫൈബർ ഒപ്റ്റിക്സ് നിങ്ങൾക്ക് എല്ലാവർക്കും പഠിക്കാൻ പറ്റുന്ന ഒരു സാധനം. ലേസർ ആൻഡ് ഫൈബർ ഒപ്റ്റിക്സ് 5 മാർക്ക് അവിടുന്ന് ഷുവർ ഷോട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ്. നല്ല രീതിയിൽ പഠിച്ചു പോയി കഴിഞ്ഞാൽ. സോ ഐൻസ്റ്റീൻ കോഎഫിഷ്യന്റ് തൊട്ട് അങ്ങോട്ട് പലതരത്തിലുള്ള CO2 ഡൈ ലേസർ, സെമി കണ്ടക്ടർ ലേസർ ഒക്കെ സിലബസിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒപ്റ്റിക്കൽ ഫൈബറുമായിട്ട് ബന്ധപ്പെട്ട അക്സെപ്റ്റൻസ് ആംഗിളും ന്യൂമറിക്കൽ അപ്പർച്ചറും ഒക്കെ തുടങ്ങി അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും അതിനകത്ത് കൊടുത്തിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. കുറച്ചുകൂടി എളുപ്പം പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ്. ഫിസിക്സിന്റെ ടോപ്പിക്കുകൾ ഇത്രയാണ്. 10 മൊഡ്യൂളുകളായിട്ട് 50 മാർക്ക്. ഇനി പാർട്ട് 2ലേക്ക് വന്നു കഴിയുമ്പോൾ അവിടെ കെമിസ്ട്രീനെ ഇനോർഗാനിക് കെമിസ്ട്രി, ഓർഗാനിക് കെമിസ്ട്രി, ഫിസിക്കൽ കെമിസ്ട്രി, അനലിറ്റിക്കൽ, അങ്ങനെ പലതായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അതിൽ ഇനോർഗാനിക് കെമിസ്ട്രി എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ 3 പാർട്ടായിട്ട് കൊടുക്കുന്നുണ്ട്. ഇനോർഗാനിക് കെമിസ്ട്രി 1 എന്ന് പറയുന്നത് 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കുക. ജനറൽ ആയിട്ടുള്ള ഒരുപാട് ടോപ്പിക്കുകൾ ആ സിലബസിനകത്ത് ഉൾപ്പെട്ട് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അവിടുന്ന് 5 മാർക്ക് ചോദിക്കുന്നു. അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് തന്നെയുള്ള കെമിസ്ട്രി, ഐസോ, പോളി ആൻഡ് ഹെട്രോ പോളി ആസിഡ്സും കാര്യങ്ങളൊക്കെ അവിടെ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു സിലബസ് തന്നെയാണ് അതിന്റെ ഭാഗമായിട്ട് അവിടെ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ പോസ് ചെയ്ത് വെച്ചിട്ട് സിലബസ് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ദെൻ ഇനോർഗാനിക് കെമിസ്ട്രി 2 എന്ന് പറയുന്ന മൊഡ്യൂൾ 2 ആണ്. വീണ്ടും ഇനോർഗാനിക് കെമിസ്ട്രിയുടെ പാർട്ടായിട്ടുള്ള ടോപ്പിക്കുകളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. എനർജി ലെവൽ ഡയഗ്രാം തൊട്ടിട്ട് കോറിലേഷൻ ഡയഗ്രവും കാര്യങ്ങളെല്ലാം അവിടെ വരുന്നുണ്ട്. അവിടെ ഇനോർഗാനിക് കെമിസ്ട്രി 2-ൽ നിന്ന് 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് വരുമെന്ന് പറയുന്നു. ആ സിലബസ് നോക്കിക്കഴിഞ്ഞാൽ അവിടുത്തെ നോമൻകൾച്ചറും കാര്യങ്ങളും എല്ലാം അവിടെ വന്നിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കുന്നുള്ളതാണ്. വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു സിലബസ് തന്നെയാണ് കെമിസ്ട്രിയുടെ കേസിലും നൽകിയിരിക്കുന്നത്. ഇനോർഗാനിക് കെമിസ്ട്രി 3 എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് 5 മാർക്ക് വീണ്ടും ചോദിക്കും. അങ്ങനെ 15 മാർക്കാണ് ഇനോർഗാനിക് കെമിസ്ട്രി. ഇപ്പം തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അവിടെ ന്യൂക്ലിയർ റിയാക്ഷൻസ് കണ്ടോ, ന്യൂക്ലിയർ കെമിസ്ട്രി ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ന്യൂക്ലിയർ ഫിസിക്സിലും ഇത് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. സോളിഡ് സ്റ്റേറ്റ് കെമിസ്ട്രി കണ്ടോ, സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ടോപ്പിക്കുകൾ അവിടെ കയറി വന്നിരിക്കുന്നത് കാണാൻ പറ്റും. എക്സ്റേ ഡിഫ്രാക്ഷൻ എല്ലാം രണ്ടു കൂട്ടർക്കും പഠിക്കാനുള്ളതാണ്. ഒരുപോലെ പഠിച്ചാൽ രണ്ടിടത്തു നിന്നും സ്കോർ ചെയ്യാൻ പറ്റും. അപ്പൊ 10 മാർക്ക് വരെയൊക്കെ ആ ഭാഗത്ത് നിന്ന് മിക്സഡ് ആയിട്ട് ചോദ്യങ്ങൾ വരാം. രണ്ടു കൂട്ടർക്ക് ഒരുപോലെ പഠിക്കാൻ പറ്റും. അങ്ങനെയൊക്കെ ഉള്ളത് നോക്കി പഠിക്കുന്നവരായിരിക്കും മിടുക്കുള്ളവർ ടോപ്പിൽ കയറി വരും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി ഇനോർഗാനിക് സോളിഡ്സും കാര്യങ്ങളൊക്കെ അവിടെ വന്നിരിക്കുന്നത് കാണാൻ പറ്റും. ദെൻ ഓർഗാനിക് കെമിസ്ട്രിയിലേക്ക് വന്നു കഴിയുമ്പോൾ അടുത്ത 3 മൊഡ്യൂൾസ് എന്ന് പറയുന്നത് ഓർഗാനിക് കെമിസ്ട്രിയാണ്. ഓർഗാനിക് കെമിസ്ട്രി 1 എന്ന് പറയുന്നത് അതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ തൊട്ടിട്ട് നമ്മൾ ഡിഗ്രി ലെവലിൽ തൊട്ട് പഠിക്കുന്ന കാര്യങ്ങളെല്ലാം അവിടെ വന്നിട്ടുണ്ട്. 5 മാർക്കിന്റെ ഓർഗാനിക് കെമിസ്ട്രിയുടെ ടോപ്പിക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു സിലബസ്, PG ലെവലിലേക്ക് കെമിസ്ട്രിയിലേക്ക് ഉയരുന്ന സിലബസ് അവിടെ നമുക്ക് നൽകിയിട്ടുണ്ട്. ഇനി ഓർഗാനിക് കെമിസ്ട്രി 2-ൽ വരുമ്പോൾ വീണ്ടും 5 മാർക്കിന്റെ ഓർഗാനിക് കെമിസ്ട്രിക്കകത്ത് നിന്ന് വരുന്ന പ്രധാനപ്പെട്ട ടോപ്പിക്കുകളെ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ആ സിലബസിൽ കൊടുത്തിരിക്കുന്നു. അവിടുന്ന് 5 മാർക്കാണ്. ഓർഗാനിക് കെമിസ്ട്രിയിലൊക്കെ ചില ആളുകൾ മാസ്റ്റേഴ്സ് ആണ്, അവർക്കൊക്കെ നല്ല രീതിയിൽ അവിടുന്ന് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഓർഗാനിക് കെമിസ്ട്രി 3 ആണ് മൊഡ്യൂൾ 6-ൽ വരുന്ന 5 മാർക്കാണ് വീണ്ടും അവിടെ നിന്ന് ചോദിക്കുന്നത് എന്ന് കൂടി മനസ്സിലാക്കുക. സോ നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് നല്ലൊരു പഠനം ഉണ്ടെങ്കിൽ കിട്ടും എന്നുള്ളതാണ്. ഇനി മൊഡ്യൂൾ 7 ഫിസിക്കൽ കെമിസ്ട്രിയാണ്. ഫിസിക്കൽ കെമിസ്ട്രി എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇനോർഗാനിക് കഴിഞ്ഞു, ഓർഗാനിക് കഴിഞ്ഞു, ഫിസിക്കൽ കെമിസ്ട്രി. ഫിസിക്സുകാർക്ക് ഒരുപാട് സാമ്യതകളുള്ള ലഗേഷ് സ്റ്റേറ്റും കാര്യങ്ങളും, മാക്സ്വൽ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ഇക്വേഷൻസ്, ഇലക്ട്രോണിക് സ്ട്രക്ചർ ഓഫ് സോളിഡ്സ്, ലോസ് ഓഫ് തെർമോഡൈനാമിക്സ്, സ്റ്റാറ്റിസ്റ്റിക്കൽ തെർമോഡൈനാമിക്സ്, ഇതെല്ലാം രണ്ടു കൂട്ടരും പഠിക്കുന്നതാണ്. കോമൺ ആയിട്ട് പഠിക്കാവുന്ന കാര്യങ്ങളാണ്. ഇനി ഫിസിക്കൽ കെമിസ്ട്രി 2, ദെൻ ഗ്യാസ് സോളിഡ് ഇന്റർഫേസ്, ഇലക്ട്രോ കെമിസ്ട്രി ആൻഡ് അയോണിക്സ്, ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് കൈനറ്റിക്സ് ഒക്കെ ഇതിന്റെ ഭാഗമായിട്ട് വരുന്നു. കാറ്റാലിസിസ് ഒക്കെ അതിന്റെ ഭാഗമായിട്ട് വരുന്നു. രണ്ടു കൂട്ടർക്കും പഠിക്കാവുന്ന ഒരു ഏരിയ തന്നെയാണ്. 5 മാർക്കാണ് അവിടെയും ഉള്ളത്. ഇനി ഫിസിക്കൽ കെമിസ്ട്രി 3-ൽ ക്ലാസിക്കൽ മെക്കാനിക്സ് ആൻഡ് ലിമിറ്റേഷൻസ്, നീഡ് ഓഫ് ക്വാണ്ടം മെക്കാനിക്സ്, ഡി ബ്രോഗ്ലി വേവ് ലെങ്തും കാര്യങ്ങളൊക്കെ, അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ, എന്തോരം കാര്യങ്ങൾ ക്വാണ്ടം മെക്കാനിക്സിന്റെ ബേസിക്സ് ഒക്കെ അവിടെ ചോദിച്ചിട്ടുണ്ട്. രണ്ടു കൂട്ടരും കോമൺ ആയിട്ട് പഠിക്കുന്ന കാര്യങ്ങളാണ്. നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് അവിടെ വരും എന്ന കാര്യത്തിൽ ഒരു സംശയവും ഇല്ല. 5 മാർക്ക് അവിടെ നിന്ന് ചോദിക്കുന്നുണ്ട്. വളരെ ഡീറ്റെയിൽ ആയിട്ട് ക്വാണ്ടം സ്റ്റാറ്റിസ്റ്റിക്സും കാര്യങ്ങളൊക്കെ, ബോസ്-ഐൻസ്റ്റീൻ തെർമോഡൈനാമിക് പ്രോബബിലിറ്റി, മാക്സ്വൽ ബോൾട്സ്മാൻ, ബോസ്-ഐൻസ്റ്റീൻ ആൻഡ് ഫെർമി ഡിറാക് സ്റ്റാറ്റിക്സ് ഒക്കെ അവിടെ ചോദിക്കുന്നതാണ്. നമ്മുടെ രണ്ടു കൂട്ടരും കോമൺ ആയിട്ട് പഠിച്ചിട്ടുള്ള കോൺസെപ്റ്റുകൾ തന്നെയാണ്. ദെൻ അടുത്തൊരു മൊഡ്യൂൾ 10 എന്ന് പറയുന്നത് അനലിറ്റിക്കൽ എൻവയോൺമെന്റൽ മെറ്റീരിയൽ ആൻഡ് സൂപ്പർ മോളിക്കുലാർ കെമിസ്ട്രി എന്നുള്ളതാണ്. 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു മേഖലയായിട്ട് അവിടെ പറഞ്ഞിരിക്കുന്നുണ്ട്. അനലിറ്റിക്കൽ ഡേറ്റയുടെ ഇവാലുവേഷൻ, തിയറി ആൻഡ് പ്രാക്ടീസ് ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് അനാലിസിസ്,
ക്രോമാറ്റോഗ്രഫി ടെക്നിക്സ് ഒക്കെ അതിന്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ട്. 5 മാർക്കാണ് അവിടെ നിന്നും ചോദിക്കുക. അങ്ങനെ 100 മാർക്കിൽ PG ലെവൽ ഫിസിക്സും കെമിസ്ട്രിയും വരുന്നു. അത് തന്നെയാണ് ഈ ഒരു എക്സാമിന്റെ പ്രത്യേകത. ഇതിന്റെ കട്ട് ഓഫ് വളരെ കുറവായിരിക്കും. നിങ്ങൾ എഫേർട്ട് ഇട്ട് നിങ്ങൾ 60 ദിവസം കൊണ്ട് പഠിച്ചാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നല്ല മാർക്ക് സ്കോർ ചെയ്ത് റാങ്ക് ലിസ്റ്റിന്റെ ടോപ്പിലേക്ക് വരാനുള്ള സാധ്യത ഇവിടെയുണ്ട്. അത് ഉപയോഗപ്പെടുത്തുന്നവരാരോ അവരായിരിക്കും ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ പോകുന്നത്. സോ നിങ്ങളുടെ മുമ്പിൽ 60 ദിവസങ്ങൾ നിൽക്കുന്നു. ആ 60 ദിവസം ഏറ്റവും എഫക്റ്റീവായിട്ട് പഠിക്കാൻ എൻട്രിയുടെ കോഴ്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. PG ലെവലുള്ള കണ്ടന്റ് വളരെ ഡീറ്റെയിൽ ആയിട്ട് മുഴുവൻ സിലബസും തീർക്കുന്ന കോഴ്സാണ് എൻട്രി നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ എക്സാം നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങളുടെ ലൈഫിനെ മാറ്റിമറിക്കുന്ന ഒരു എക്സാം ആയിട്ട് മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.